ഹായ് നമസ്കാരം, വെൽക്കം ടു ലൈവ്ലി മാഷപ്സ്. ഞാൻ ഡോക്ടർ ശ്രുതി പണ്ഡിറ്റ്. ഇതൊരു റിയാക്റ്റിംഗ് വീഡിയോ ആണോ അല്ല ഏത് തരത്തിലുള്ള വീഡിയോ ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് ഇന്ന് രാവിലെ മുതൽ ഞാൻ തുടർച്ചയായി യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് അത് കണ്ടപ്പം എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുന്ന ആളാകുമ്പോൾ നമുക്ക് എല്ലാ വിഭാഗത്തിലുള്ള ആളുകളോട് നമുക്കൊരു ബഹുമാനവും ഒരു സഹകരണവും ഒരു ഹെൽപ്ഫുൾ നേച്ചറും ഒരു കൈൻഡ്നെസ്സും എല്ലാ രീതിയിലുള്ള ആ ഒരു മ്യൂച്വൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും എല്ലാം ഉണ്ടാവണം. പരസ്പരമുള്ള ആ ഒരു നമുക്ക് അങ്ങനെ ഒരു പരസ്പരം എല്ലാവരെയും സഹായിച്ചും ആ ഒരു സ്നേഹത്തോടും ആ റെസ്പെക്റ്റോടു കൂടി ജീവിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഒരു നല്ല ലൈഫ് ഉണ്ടാവുകയുള്ളൂ. അപ്പം അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ വീഡിയോയിൽ പറയുന്നുള്ളത്. അതായത് ആരോഗ്യരംഗത്ത് ഡോക്ടേഴ്സ് അല്ലാതെ മറ്റ് ഹോസ്പിറ്റലിലുള്ള നഴ്സുമാർ, നമ്മുടെ ലാബ് ടെക്നീഷ്യൻസ്, പിന്നെ അറ്റൻഡേഴ്സ്, അങ്ങനെയുള്ള ഒരു വിഭാഗം ആളുകൾക്കെതിരെയാണ് പ്രത്യേകിച്ച് പറയുന്നത്. കാരണം അവരൊന്നും പഠിക്കാതെ ഉള്ള ആളുകളാണ്, വെറുതെയാണ്, അവർ ഒരു ജോലിയും ചെയ്യുന്നില്ല, അവർക്ക് എത്ര റെസ്പെക്റ്റ് കൊടുക്കേണ്ട കാര്യമില്ല, അങ്ങനെയുള്ള പല കാര്യങ്ങളും കേട്ടു. സാധാരണ ഇതൊരു ഒരു പാൻഡമിക്കിൻ്റെ ഒരു സമയമാണ്. കാരണം നമ്മുടെ ലോകം മൊത്തം ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ് ഈ കൊറോണ കാലം. അപ്പം നമ്മൾ പരസ്പരം സ്നേഹിച്ചും ഹെൽപ്പ് ചെയ്തും നിൽക്കേണ്ട ഈ ഒരു സമയത്ത്, ഈ ഒരു വൈറസിനെ തുരത്താൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഈ ഒരു സമയത്ത് വെറുതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ഒരു ഹേറ്റ്രഡ് സ്പ്രെഡ് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല ശരിക്കും പറഞ്ഞാലും. കാരണം ഒരു ഡോക്ടർ ആയതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് അറിയാം, ഓരോ ആളും എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു വേസ്റ്റ് അവിടെ ക്ലീൻ ചെയ്യുന്ന ആളാണെങ്കിലും, പിന്നെ പുറത്ത് നിൽക്കുന്ന വാച്ച്മാൻ അങ്കിളാണെങ്കിലും, പിന്നെ മരുന്നെടുത്ത് കൊടുക്കുന്ന ഫാർമസിസ്റ്റ്, പിന്നെ നഴ്സുമാർ, പിന്നെ ലാബ് ടെക്നീഷ്യൻസ്, എക്സ്റേ ടെക്നീഷ്യൻസ്, അങ്ങനെ ഓരോ ആളുകൾക്കും അവരവരുടെ ആ ഒരു ജോലി, ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് അതിൻ്റെ അതിൻ്റെ പ്രവർത്തനം സുഗമമാക്കാൻ വേണ്ടി ഓരോ ആളും അവരുടെ 100% അവിടെ കൊടുക്കുന്നുണ്ട്. എന്നാൽ മാത്രമേ ഇത്രയും വലിയൊരു ഈ സംഭവം സുഗമമായി പോവുള്ളൂ, അല്ലേ? അല്ലാതെ ഒരു ഡോക്ടർ വന്ന് രോഗിനെ നോക്കി മരുന്ന് എഴുതി പോയി, ഓക്കെ. ഡോക്ടർ വേറെ പല ഹോസ്പിറ്റലും പോകുന്നവരായിരിക്കും, വേറെ ലെക്ചറിങ്ങുള്ള ആളുകളായിരിക്കും. അപ്പോൾ ബാക്കിയുള്ള സമയം നെക്സ്റ്റ് ഡേ ഈ ഡോക്ടർ റൗണ്ട്സിന് വരുന്നവരെ ഇവരെ നോക്കുന്നത് ആരാണ്? ഇവർക്ക് മരുന്ന് കൊടുത്ത് ഇവരുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് ആരാണ്? നഴ്സുമാരാണ്. ഇവർക്ക് നമ്മളൊരു ബ്ലഡ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇൻവെസ്റ്റിഗേഷന് വേണ്ടി എഴുതുമ്പം ആ ഇൻവെസ്റ്റിഗേഷൻ അതുപോലെ അതിനനുസരിച്ച് നോക്കിയിട്ട് അതൊക്കെ ചെയ്യുന്നത് ആരാണ്? ലാബ് ടെക്നീഷ്യൻസ് ആണ്, അല്ലേ? ഇപ്പോൾ ഇവർക്ക് ഒരു ഹെൽപ്പ് വേണം, ഇവരെ ഒന്ന് സ്ട്രെച്ചറിൽ നിന്ന് മറ്റങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം, ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യണം, അല്ല ICU റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. ഇതൊക്കെ ആരാ ഹെൽപ്പ് ചെയ്യുക? അറ്റൻഡേഴ്സാണ്, അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഓരോരോ അവരവരുടെ ഡ്യൂട്ടി അവരവർ ഭംഗിയായി ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഇത് പോവുള്ളൂ. കാരണം ഇത് ഒരാളുടെ വർക്കല്ല, ദിസ് ഈസ് എ ടീം വർക്ക്. ഇവരൊക്കെ പറയുന്നത് കേട്ടാതൊന്നും നമ്മൾ ഒരു ബസ്സിന് ഡ്രൈവർ മാത്രം പോരെ, അല്ലേ? കണ്ടക്ടർ വേണ്ട, ക്ലീനർ വേണ്ട, അങ്ങനെ ആരും വേണ്ട. അങ്ങനെയല്ലല്ലോ. കാരണം ഈ ഒരു ബസ് ഡ്രൈവറും കണ്ടക്ടറും ക്ലീനറും അങ്ങനെയൊക്കെ ആകുമ്പോൾ അവരുടെ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആണല്ലോ ആ ബസ് എന്ന് പറയുന്ന ആ സംഭവം സ്മൂത്തായി റൺ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ആവല്ലേ, അല്ലേ? ഇപ്പോൾ ഒരു വീട്ടിലാണെങ്കിൽ പോലും നമ്മൾ അച്ഛൻ, അമ്മ, മക്കൾ അതൊക്കെ ആകുമ്പോഴത്തേക്കാണ് കുടുംബം. കാരണം ഈ സൊസൈറ്റിയിൽ ജീവിക്കുന്നിടത്തോളം കാലം നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് ഏത് രീതിയിൽ നിന്നാണ്, അല്ലെ ഏത് ഭാഗത്തു നിന്നാണ് നമുക്ക് ഹെൽപ്പ് വേണ്ടേ, നമുക്ക് എവിടെ നിന്നാണ് നമുക്ക് സഹായം വേണ്ടേ, ആരെടുത്താണ് പിന്നെ നമുക്ക് ആരിൽ നിന്നാണ് നമുക്കൊരു ആവശ്യം വരുമ്പോൾ ഹെൽപ്പ് ലഭിക്കുക, നമുക്ക് അറിയില്ല. കാരണം ഒരു ഹോസ്പിറ്റലിൽ പോയാൽ മാത്രമേ അവിടെ ഇങ്ങനെയാണ് വർക്ക് നടക്കുന്നതിന് പറയാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ ഈ കൊറോണ കാലത്ത് ശരിയാണ്, നഴ്സുമാർ, ഡോക്ടർമാർ, പോലീസ് ഓഫീസേഴ്സ്, പിന്നെ ഒരുപാട് ആൾക്കാർ ക്ലീൻ ചെയ്യുന്ന ആളുകൾ, അവിടെ ക്യാൻറ്റീൻ നടത്തുന്ന ആളുകൾ, ഷോപ്പ് നടത്തുന്ന ആളുകൾ, പിന്നെ ഈ കൊറോണയുടെ കാലത്ത് ഈ സമയത്ത് പോലും അവർ അരിയും പച്ചക്കറിയും എത്തിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആളുകൾ, അങ്ങനെ ഒരുപാട് ആളുകൾ അവരുടെ ലൈഫിന് റിസ്ക് എടുത്തിട്ട്, അത്രയും റിസ്ക് എടുത്തിട്ടാണ് നമ്മളുടെ ഒരു സൊസൈറ്റിയുടെ വെൽബീങ്ങിന് വേണ്ടി ശ്രമിക്കുന്നുള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ അറിഞ്ഞും പരസ്പരം സഹായിച്ചും റെസ്പെക്റ്റ് ചെയ്തും പോകേണ്ട ഈ
ഒരു അവസരത്തിൽ ഇങ്ങനെയൊന്നും പറയേണ്ട യാതൊരു ആവശ്യമില്ല. ഓക്കെ, അതൊന്നും ഞാൻ പറയുന്നില്ല. ഒരാൾ പറഞ്ഞു അത് ചിലപ്പം എന്താ പല രീതിയിലുണ്ടല്ലോ. ചില ആളുകൾക്ക് ഫേമസ് ആവണം, ബട്ട് ഫേമസ് രണ്ട് രീതിയിൽ, ഒന്ന് ഫേമസ് ഒന്ന് നൊട്ടോറിയസ്. മെയിനായിട്ട് സംഭവിക്കാന്ന് വെച്ചാൽ പല ആളുകളും ഒരാളെ ശ്രദ്ധിക്കും, അറ്റൻഷൻ സീക്കിങ്, അതാണല്ലോ മെയിനായിട്ട് നടക്കുന്നത്. അപ്പം എന്തിനു വേണ്ടിയാണ് അതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ഒരു കാര്യം കേട്ടപ്പം നമുക്ക് വല്ലാതെ ഒരു എന്താ പറയണ്ട, ഒരു തരം ഫീലിംഗ്. കാരണം നമ്മളൊരു സൊസൈറ്റിക്ക് ഒരു റോങ് മെസ്സേജാണ് കൊടുക്കുന്നത്. കാരണം +2 കഴിഞ്ഞ് 4 ഇയേഴ്സ് പഠിച്ചാൽ അവർക്ക് BSc നഴ്സിംഗ് പറ്റുള്ളൂ. അത് കഴിഞ്ഞ് MSc എടുത്താൽ ഒബ്വിയസ്ലി അവർ ലെക്ചേഴ്സാണ്, അവർ ട്യൂട്ടേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ BSc MLT ലാബ് ടെക്നീഷ്യൻ ഇത്രയും സമയം പഠിക്കണം, വെറുതെ ഒന്നും പറ്റില്ല. പിന്നെ അറ്റൻഡേഴ്സ് അവർക്കും ട്രെയിനിങ്ങും എല്ലാം കൊടുക്കുന്നുണ്ട്. അവർ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു 3 വർഷം 4 വർഷമൊക്കെ കഴിയുമ്പോഴാണ് ഓരോ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പോലും പറ്റുന്നത്. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ പോയാൽ അവിടെ ഫസ്റ്റ് നിൽക്കുന്ന വാച്ച്മാനിൽ നിന്നും തുടങ്ങും അല്ലേ, വാച്ച്മാനിൽ നിന്നും തുടങ്ങും. കാരണം ഒരു പ്രത്യേക OPയിലോട്ട് എങ്ങനെ പോകണമെന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ വലിയ ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജസ് ആകുമ്പോൾ നമ്മൾ ആരോട് പെട്ടെന്ന് ചോദിക്കുക, വാച്ച്മാനോട് ചോദിക്കും പിന്നെ കാഷ്വാലിറ്റി എവിടെയാണ്, ബ്ലഡ് റിപ്പോർട്ട് ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന സ്ഥലം എവിടെയാണ്, അത് അവർ ഹെൽപ്പ് ചെയ്യണം. ആ വാച്ച്മാൻമാർ നമ്മളെ ഡയറക്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലേ. അവിടെ നമ്മൾ OP ഷീറ്റ് എടുക്കുമ്പോൾ അവിടെ നിൽക്കുന്ന മെയിൻ ഹെൽപ്പ് ഡെസ്കിൽ നിൽക്കുന്ന ആളുടെ ഹെൽപ്പ് കൊണ്ട് മാത്രമേ നമുക്ക് ഏത് ഡോക്ടറിനെ കാണാൻ പറ്റൂ, ഇങ്ങനെ പ്രശ്നങ്ങൾക്ക് നമ്മൾ ഏത് ഡോക്ടറിനെയാണ് കാണണ്ടേ, ബില്ലിങ് അതൊക്കെ അവരാണ് ചെയ്യുന്നത്. പിന്നെ ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞ് അവർ എഴുതുന്ന ഇപ്പോൾ മരുന്ന് നമുക്ക് ഫാർമസിസ്റ്റ് അവരിത് നോക്കിയിട്ട് എഴുതി തരണം. പിന്നെ ബില്ലിങ് ചെയ്യുന്നവർ ഇതൊക്കെ വേണം. ഇൻ കേസ് നമുക്ക് അഡ്മിറ്റ് ആവേണ്ടി വന്നാൽ ഇപ്പം നമുക്ക് മരുന്ന് തരുന്നത് ആരാണ്? നഴ്സുമാരാണ്. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു സഫോക്കേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി വന്നാൽ ഡോക്ടർ എത്തുന്നവരെ നമ്മുടെ കാര്യങ്ങൾ വൈറ്റൽസൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? നഴ്സുമാരാണ്. ഇപ്പം എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ ഡോക്ടേഴ്സിനെ ഫോൺ വിളിച്ചിട്ട് ചോദിച്ചിട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ്? നഴ്സുമാരാണ്. അപ്പോൾ ഒരാളുടെ ജോലിയും ഒന്നും നമ്മൾ ഒരിക്കലും നമുക്ക് കുറച്ചോ കൂട്ടിയോ ഒന്നും കാണാൻ പറ്റില്ല. ബിക്കോസ് എല്ലാവരും അവരവരുടെ ജോലി വൃത്തിയായി ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഇതുപോലുള്ള ഒരു ഇത് റണ്ണ് ചെയ്യാൻ പറ്റൂ, സക്സസ്ഫുള്ളി നമുക്ക് റൺ ചെയ്യാൻ പറ്റൂ അല്ലേ. അതാണ്. പിന്നെ പ്രസവ വാർഡിലെ കാര്യം പറഞ്ഞു. ഓക്കെ, എല്ലാവരും അതെ, എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ള ഒരു നോർമൽ പ്രൊസീജിയറാണ് പ്രസവം എന്ന് പറയുന്നത്. അത് മനുഷ്യന്മാർക്കും അങ്ങനെ തന്നെയാണ്. പക്ഷെ പണ്ടും ഈ പ്രസവിക്കുന്ന സമയത്ത് ഒരു മിഡ് വൈഫ്, വയറ്റാട്ടിയുടെ സഹായം നമ്മൾ തേടാറുണ്ട് അല്ലേ. ഇപ്പോൾ അത് കുറേ കൂടെ നമ്മുടെ സയൻസൊക്കെ ഡെവലപ്പ് ആയ സമയത്ത് ഡോക്ടേഴ്സായി ഹെൽപ്പ് ചെയ്യുന്നു. പക്ഷേ ഒരുപാട് മെഡിക്കൽ കോളേജിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ഡോക്ടർ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടായിട്ട് ഇൻ കേസ് എത്തിയില്ല, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ചില സീനിയറായിട്ടുള്ള നഴ്സുമാർ പ്രസവം എടുക്കുന്ന കാര്യമൊക്കെ അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. അതൊക്കെ നമ്മൾ അംഗീകരിച്ച കാര്യമാണല്ലേ. ചിലപ്പോൾ ഡോക്ടറിന് എത്താൻ പറ്റിയില്ല, ഒരു ട്രാഫിക് ബ്ലോക്കായി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവം നടന്നു. കാരണം എപ്പോൾ പ്രസവിക്കും അതൊക്കെ ഒരു എന്താ പറയേണ്ട ഒരു ലൈഫ് ആക്ടിവിറ്റി, അതൊരു നാച്ചുറൽ പ്രൊസീജിയറാണ്. ഇതിന് ഇത്ര സമയമാണ്, ഇവർ 1 മണിക്കൂർ കൊണ്ട് പ്രസവിക്കും, അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്ത് ഇൻ കേസ് വേണ്ടി വന്നാൽ അതുപോലും നഴ്സുമാർ ചെയ്യാറുണ്ട്. പിന്നെ ഛർദിൽ വാരുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓക്കെ, അതും ചെയ്യണമല്ലോ. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ഛർദിച്ചു പോയി അത് അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് നൈസ്. അത് ക്ലീൻ ചെയ്യണ്ടേ, അതും ഒരു സർവീസ് ടു സൊസൈറ്റി അല്ലേ. അപ്പം ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ വെറുതെ എന്താ പറയണ്ടേ, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആളുകളെ നമുക്ക് ആക്ഷേപിക്കാൻ പറ്റില്ല. ഇറ്റ്സ് വെരി ബാഡ്. അപ്പം നമ്മൾ സൊസൈറ്റിക്ക് ഒരു റോങ് ആയിട്ടുള്ള മെസ്സേജാണ് കൊടുക്കുന്നത്. എന്താ പറയുക, എന്തായാലും ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് ഒരു ഹോസ്പിറ്റലിൽ ഏറ്റവും എന്താ പറയേണ്ട ഒരു ഇവരൊന്നും ഇല്ലാതെ ഒന്നും വൃത്തിയായി റൺ ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും ഈക്വാലിറ്റി ഉണ്ട്. എല്ലാ ജോലിക്കും എല്ലാ വിദ്യാഭ്യാസത്തിനും എല്ലാത്തിനും അതിൻ്റേതായ ഒരു മാന്യതയുണ്ട്. എല്ലാ ജോലിക്കും അതിൻ്റേതായ മാന്യതയുണ്ട്. കാരണം ഒരു എന്താ പറയണ്ട, ഒരു ബ്യൂട്ടീഷ്യൻ അല്ലെങ്കിൽ ഒരു ബാർബർ അവർ ചെയ്യുന്ന ജോലി അവർ തന്നെ ചെയ്യണം അല്ലേ. അല്ലാതെ ഇപ്പോൾ നിങ്ങൾ വേണ്ട അങ്ങനെ. പിന്നെ നമുക്ക് ഫാമേഴ്സ് അരി പച്ചക്കറി അതുപോലുള്ള സാധനങ്ങൾ കിട്ടാൻ അവർ വർക്ക് ചെയ്യണം, എന്നാൽ മാത്രമേ പറ്റുള്ളൂ. നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ ഇത് ചെയ്യുന്ന ആളുകൾ അവരവരുടെ വർക്ക് ചെയ്യണം. കാരണം ഒരു സൊസൈറ്റിയിൽ താമസിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവരുടെ ഹെൽപ്പ് വേണ്ടി വരും. അല്ലാതെ നരേന്ദ്രപ്രസാദ് ഒരു മൂവിയിൽ പറഞ്ഞ പോലെ എല്ലാം ഇവിടെ കൃഷിയാണ്, അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. അപ്പോൾ
നമ്മൾ എല്ലാ ജോലിയും എല്ലാ വിദ്യാഭ്യാസത്തിനെയും പരസ്പരം സ്നേഹിച്ചുകൊണ്ടും മറ്റുള്ള ആളുകൾക്ക് അവർക്ക് ലഭിക്കേണ്ടതായ മാന്യത കൊടുത്തുകൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ലൈക്ക് ഗിവ് ആൻഡ് ടേക്ക് നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കുക, അപ്പോൾ നമുക്കത് തിരിച്ചു കിട്ടും. ഇത്രയും എനിക്ക് പറയാനുള്ളൂ, വേറെ ഒന്നുമില്ല. നത്തിങ് മോർ നത്തിങ് ലെസ്. പെട്ടെന്ന് കണ്ടുകൊണ്ട് നമ്മൾ ഇത്രയെങ്കിലും ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ പിന്നെ കാര്യമില്ലല്ലോ. സോ ഹേറ്റഡ് ഒന്നും സ്പ്രെഡ് ചെയ്യാതെ പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും ഹെൽപ്പ് ചെയ്തും സഹായിച്ചും നമ്മൾ മുന്നോട്ട് പോവുക. സോ ഫോർ എ ബെറ്റർ ഫ്യൂച്ചർ, എ ബെറ്റർ ടുമോറോ, നമുക്കെല്ലാവർക്കും ഒന്നിച്ച് സ്നേഹത്തോടെ ജീവിക്കും. സോ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.